ഡാൻസ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടുകാരൊക്കെ വളരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ ആയി പോകരുത്, നിനക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എനിക്ക് മറ്റുള്ളവരെ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. എങ്ങനെയെങ്കിലും അവരെയൊക്കെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. രാവിലെ വണ്ടി എടുക്കും, എല്ലാ സ്ഥലങ്ങളിലും പോകും. എന്നെ വിളിക്കും, എല്ലാവരും ഫോൺ വിളിക്കും. ഇനി നാളെ വന്ന് ഇവിടം വരെ വരുമോ? ഞാൻ അവിടേക്ക് ചെല്ലും, അവരെ പഠിപ്പിക്കും. അവിടെ നിന്ന് ദക്ഷിണ കിട്ടുന്ന 1 രൂപ, അന്ന് 1 രൂപ ഒരു വെറ്റയും പാകും. അതൊക്കെ മേടിച്ചിട്ടാണ് ഞാനെങ്കിൽ പോരുന്നത്. എന്നിരുന്നാലും ഞാൻ ആ കൊച്ചിനെ പഠിപ്പിക്കും. ആ കൊച്ചിനെ പഠിപ്പിച്ച് ആ കൊച്ചിനെ ഒരു സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വരും. കാരണം അവർക്ക് എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ആ വീട്ടുകാർക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ് അവർ. കാരണം വെച്ചാൽ അവർ നോക്കുമ്പോൾ അവരെ കൊച്ചിനെ 1 രൂപ പോലും ഇല്ലാതെ നീറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നത്. ആ കൊച്ചിനെ സ്റ്റേജിൽ അത് ഒന്നും അറിഞ്ഞിടാതെ വരുന്ന പിള്ളേരാണ്. അവരെ നന്നായിട്ട് ഞാൻ പഠിപ്പിക്കും. ചെയ്യിപ്പിക്കും. അതാണ് എൻ്റെ ഇഷ്ടം. ആദ്യം തന്നെ ഒരു വലിയ എന്താ പറയാ, ഇത്രയും നമ്മുടെ കഷ്ടപ്പാട് വെച്ചിട്ട്. അതെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരോടൊന്നും ഞാൻ എൻ്റെ പൈസയുടെ കാര്യം പറയാം. ഞാൻ ചിലപ്പോൾ വരുന്നത് തന്നെ 1 രൂപ പോലും ഇല്ലാതെയാണ് പറഞ്ഞത്. കാരണം എൻ്റെ ചേട്ടൻ അടിച്ചിരുന്ന പെട്രോൾ വണ്ടി എടുത്തിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ വിളിക്കും, വണ്ടി കൊണ്ടുപോകാൻ. കാരണം എനിക്ക് ഇവിടെ എത്തിയ കൊച്ചിനെ പഠിപ്പിക്കുക എന്നുള്ള ഇതാണ്. അതുപോലെ തന്നെ ഒരുപാട് പിള്ളേരെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഡാൻസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അതൊക്കെ നല്ല നല്ല നിലയിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ.